ഞാൻ ഇന്ന് വന്നേക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അബ്ബാസിക്കയുടെ പേരൻസിന്റെ ഞങ്ങൾക്ക് ഫ്രണ്ട്സിനല്ലാവേ അബ്ബാസിക്കയുടെ പേരൻസ് സ്പെഷ്യലാണ് കേട്ടോ. വളരെ ചെറിയൊരു ഫംഗ്ഷൻ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഫാമിലിയും. സത്യം പറഞ്ഞാലേ ഈ വീട്ടിൽ എന്നും ഫംഗ്ഷൻസ് ആണ്. ആ ഫംഗ്ഷൻസിന് ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും. എനിക്ക് ഈ വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടം. അതിന് കാരണം മമ്മിയും പപ്പായും ഒക്കെ നമ്മളോട് അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അബ്ബാസിക്കയുടെ വീട്ടിലെ ഫംഗ്ഷൻസ് ഒന്നും ഞാൻ മിസ്സാക്കാറേ ഇല്ല. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ കൂടിയാണ് ഈ ഫംഗ്ഷൻസ് എല്ലാം. നമ്മൾ പറയത്തില്ലേ ഫ്രണ്ട്സ് പിന്നെ ഒരു ഫാമിലി പോലെ ആയെന്ന്, അതുപോലാണ് എനിക്ക് ഈ ഫാമിലി കേട്ടോ. പാട്ടുകാർ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളത് കാരണം എല്ലാ ഫംഗ്ഷൻസിനും ഇവരുടെ പാട്ട് കാണും. പിന്നെ എല്ലാവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് വലിയ പരിചയക്കുറവൊന്നുമില്ല. നമ്മുടെയൊക്കെ കുടുംബത്തോട്ട് കയറി ചെന്നൊരു ഫീല്, ശരിക്കും പറഞ്ഞ ഒരു കല്യാണ വീട്ടിൽ ചെന്ന ഫീല്. പിള്ളേരുടെ ഇടിയും വഴക്കും ഒക്കെ ഭയങ്കര രസമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിലും പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴത്തേക്ക് പാചകക്കാർ വന്ന് ഫുഡ് വെക്കത്തില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ തന്നെ ദം ബിരിയാണി ഉണ്ടാക്കിയതാണ് ഇത്. അതുകൊണ്ട് ഈ ബിരിയാണിക്ക് പണ്ടത്തെ കല്യാണ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. മനസ്സും വയറും ഒക്കെ ഒരേപോലെ നിറഞ്ഞു കേട്ടോ. ഓരോ കൂടലിനും ഓരോ കഥ പറയാനുണ്ട്. ദേ കിടന്ന് തുള്ളുന്ന വൈറ്റ് ഷർട്ട് ഇട്ട ആളാണ് അബ്ബാസിക്ക. അബ്ബാസിക്കയെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. സാക്ഷാൽ അബ്ബാസിക്കയാണ് നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ കൊറിയോഗ്രാഫർ. ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങളോട് എന്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണ് അബ്ബാസിക്ക. കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ലോകത്തോട്ട് പോയി. ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പതുക്കെ ഒന്ന് നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ എപ്പോൾ കൂടിയാലുവേ ഈ നൈറ്റ് ഡ്രൈവ് ഞങ്ങൾ മുടക്കാറേ ഇല്ല. ഒരേ വൈബുള്ള ഇങ്ങനത്തെ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും കൈവിടാതിരിക്കുക. ആ സൗഹൃദങ്ങൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ എന്നും നിൽക്കട്ടെ തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. എല്ലാവർക്കും നന്മകൾ നേരുന്നു.